രണ്ട് തവണ IPL കിരീടത്തിൽ മുത്തമിട്ട ടീം, 2021 റണ്ണേഴ്സപ്പായ ടീം, ഇറ്റ്സ് നൺ അതർ ദാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2014 കപ്പടിച്ചതിന് ശേഷം 2021 മാത്രമാണ് പിന്നീട് KKR ഒരു ഫൈനലിൽ കളിക്കുന്നത്. ആ ഒരു സീസണിൽ ചെന്നൈക്കെതിരെ ഫൈനലിൽ അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2023 നടന്ന IPL സീസണിൽ ശ്രേയസ് അയ്യറിന് പരിക്കേറ്റ് അദ്ദേഹം പുറത്തായത് ശരിക്കും പറഞ്ഞാൽ KKRന് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് പകരക്കാരനായി റാണയായിരുന്നു ആ ഒരു ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റാണയ്ക്ക് ആകെ 14 മത്സരങ്ങൾ കളിച്ചതിൽ നിന്നും 6 മത്സരങ്ങൾ മാത്രമേ KKRന് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യാപ്റ്റൻസി ഏറ്റെടുത്തോടുകൂടി തന്നെ റാണയ്ക്കൊരു എക്സ്ട്രാ പ്രഷർ ഉണ്ടായും അദ്ദേഹത്തിൻ്റെ കളിയിൽ തന്നെ അത് ശരിക്കും ബാധിക്കുന്നതായിട്ട് കഴിഞ്ഞ സീസണിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ അനാലിസിസ് നടത്തിയ ടീമുകളിൽ ഏറ്റവും ശക്തരായി തോന്നിയ ഒരു ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും ഒരേ രീതിയിൽ വെൽ ബാലൻസ്ഡ് ആയിട്ട് ടീമിനെ കൊണ്ടുപോകാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാനേജ്മെൻറ്റ് ഇത്തവണ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് അതിനെ മികച്ച രീതിയിൽ ആ ഒരു ഭാഗത്ത് സൈന്യങ്ങൾ നടത്തിയിട്ട് കൊൽക്കത്ത അതൊക്കെ ബ്രില്യൻ്റായിട്ട് പഴുതുകളൊക്കെ അടച്ചിട്ടുണ്ട്. നിലവിൽ ഒരു എബോവ് ആവറേജ് ഫോം പോലും എടുത്തിരിക്കുന്ന പ്ലേയേഴ്സ് ആ ഒരു രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കൊൽക്കത്തയ്ക്ക് ഫൈനൽ എന്നുള്ളത് അത്ര വലിയ ബാലികേറ മലയൊന്നും ആവില്ല എന്നാണ് ആ ഒരു സ്ക്വാഡ് അനാലിസിസ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം പറയേണ്ടത് ശ്രേയസ് അയ്യറിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് തന്നെയാണ്. കാരണം കഴിഞ്ഞ സീസൺ നഷ്ടമായി ഈ ഒരു സീസൺ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രില്യൻ ഫോമിൽ തന്നെയാണ്, അല്ലെങ്കിൽ മികച്ചൊരു ആവറേജ് അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ള വലിയൊരു ഫാക്ടറാണ്. പോരാത്തതിന് വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിലേക്ക് തനിക്കൊരു സ്ഥാനം വേണമെങ്കിൽ മികച്ച രീതിയിൽ കളിച്ചാലേ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഒരു സീസൺ എന്തായാലും മനോഹരമായിട്ട് കളിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു എക്സ്ട്രാ കോൺഫിഡൻസ് KKRന് നൽകും. അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാപ്റ്റൻസി മാറ്റം ശ്രേയസ് അയ്യറിലേക്ക് തിരിച്ചു കിട്ടുന്നതോടുകൂടി തന്നെ റാണയുടെ മുകളിലുള്ള ഒരു പ്രഷർ ഒഴിഞ്ഞു കിട്ടും. അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കളിക്കാനും സാധിക്കും. ഇത് രണ്ട് രീതിയിൽ KKRനെ ഗുണം ചെയ്യും. IPL തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള സൈനികയായ സ്റ്റാർക്കിൻ്റെ സൈനിങ് ഉൾപ്പെടെ 8 താരങ്ങളെയാണ് മിനി ഓപ്ഷനിലൂടെ KKR സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 8 താരങ്ങളെ സ്വന്തമാക്കിയതോടുകൂടി തന്നെ അവരുടെ പഴുതടച്ചുള്ള സൈനിങ് ആയിരുന്നു ഇത്തവണ നടന്നിട്ടുണ്ടായിരുന്നു. KKRൻ്റെ സ്ട്രെങ്തിലേക്ക് വരുമ്പോൾ ആദ്യം പറയേണ്ടത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഉണ്ട് എന്നുള്ളത് അവരുടെ വലിയൊരു സ്ട്രെങ്താണ്. ശ്രേയസ് അയ്യർ, റാണ, റിങ്കു, അതോടൊപ്പം തന്നെ മനീഷ് പാണ്ഡെ, അതോടൊപ്പം തന്നെ വെങ്കടേഷ് അയ്യർ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ ഡെപ്തുള്ള ഇന്ത്യൻ ബാറ്റേഴ്സുള്ള മറ്റൊരു ടീമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് മനീഷ് പാണ്ഡെയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കാം. മനീഷ് പാണ്ഡെ അത്ര വലിയ പ്ലെയർ ആണെന്ന്. സ്റ്റിൽ T20 31 വൺഡേയിൽ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ് മനീഷ് പാണ്ഡെ. മനീഷ് പാണ്ഡെയ്ക്ക് ഡു ഓർ ഡൈ സീസൺ ആണ് ഇത്. കാരണം അവസാന സമയത്താണ് KKR ഇദ്ദേഹത്തിനെ സൈൻ ചെയ്യുന്നത്. സോ ഡു ഓർ ഡൈ തന്നെയാണ് മനീഷ് പാണ്ഡെ. അദ്ദേഹം എന്തായാലും കളിച്ചേ തീരും. നമ്മൾ ഈ ഒരു ഇന്ത്യൻ ബാറ്റേഴ്സിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനോട് ഉൾപ്പെടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ഫോറിൻ ബാറ്റേഴ്സിൻ്റെ കാര്യം. റസൽ, അതോടൊപ്പം തന്നെ ജയസൺ റോയ്, ഗുർബാസ്, ഇവർ 3 പേരിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പ്ലോസീവായിട്ട് കളിക്കുന്ന താരങ്ങളാണ്. ഒട്ടും തന്നെ ബോളുകൾ വേസ്റ്റ് ആക്കാതെ കളിക്കാൻ സാധിക്കുന്ന, കിലോക്കിലും പവർ ഹിറ്റിംഗ് നടത്താൻ സാധിക്കുന്ന പ്ലെയേഴ്സാണ്. എന്തായാലും KKRൻ്റെ ഫിനിഷിംഗ് റോള് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന 2 താരങ്ങളാണ് റിങ്കും അതുപോലെ തന്നെ റസലും. നിലവിൽ മികച്ച ഫോമിൽ തന്നെയാണ് രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് KKRന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ റസലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റസലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇന്ത്യൻ മണ്ണിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെ അദ്ദേഹത്തിന് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഇന്ത്യയിൽ എങ്ങനെ കളിക്കണമെന്നും മികച്ച രീതിയിൽ അറിയാവുന്ന ഒരു താരം കൂടിയാണ്. പോരാ തന്നെ KKRൽ തന്നെ കാലങ്ങളായിട്ട് കളിക്കുന്ന ഒരു താരം കൂടിയാണ്. ഇനി KKRൻ്റെ ബാറ്റിംഗ് യൂണിറ്റിനൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു യൂണിറ്റാണ് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ബാക്കപ്പ് ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സ്, നിലവിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങൾ KKRൻ്റെ ലൈനപ്പിലുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നരേന്, സുയാഷ്, അതോടൊപ്പം തന്നെ മുജീബ്, അൻകുൽ റോയ്, വരുൺ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തട്ടുപൊളിപ്പൻ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റാണ് KKRനുള്ളത്. KKRലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏഡൻ ഗാർഡൻസിൽ കളിക്കുമ്പോൾ പൊതുവേ കുറച്ച് കഴിയുമ്പോൾ പിച്ചൊന്ന് സ്ലോ ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സ്പിന്നേഴ്സിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗെയിമിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ആ ഒരു ടീമിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഏഡൻ ഗാർഡൻസിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പ്രോപ്പറായിട്ടൊരു സ്പിൻ യൂണിറ്റിനെ KKR അവിടെ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി KKRന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓവർസീസ് ഡിപ്പെൻസിയെ കുറിച്ചാണ്. ഓവർസീസ് ഡിപ്പെൻസി എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗുർബാസ്, റോയി കൂട്ടുകെട്ട് തന്നെയാണ് പരീക്ഷിക്കാൻ കൂടുതൽ സാധ്യതകളെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഗുർബാസിലേക്ക് കൂടുതൽ പരീക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റ്സ്മാനാണ്. പക്ഷേ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ ഇച്ചിരി പ്രശ്നമുണ്ട് ആൾക്ക്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു വെങ്കടേഷ് അയ്യറിനെ ഓപ്പണിംഗ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമൊക്കെ അവർക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നീട് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് റസലിൻ്റെ ഇഞ്ചുറിയാണ്. റസലിന് ആക്ച്വലി ആളൊരു ഇഞ്ചുറി പ്രോൺ പ്ലെയറായിട്ട് മാറിക്കൊണ്ടിരിപ്പുണ്ട്. അത് എത്രത്തോളം മികച്ച രീതിയിൽ അദ്ദേഹത്തിന് ഈ സീസൺ കളിക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. പിന്നീടുള്ളത് നരേനാണ്. നരേനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിലും കാണാൻ സാധിച്ചില്ല. അതിന് കഴിഞ്ഞ സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നരേൻ്റെ പെർഫോമൻസ് അല്പം വീക്കായിരുന്നു കമ്പയർഡ് ടു അതർ സീസൺസ്. വളരെ വീക്കായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത്രയും വലിയൊരു ലൈനപ്പ് ഉള്ളതുകൊണ്ട് തന്നെ മാറ്റി പരീക്ഷിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് KKRനുണ്ട്.
ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ തോന്നിയിരുന്ന കെ കെ ആറിൻ്റെ ഏക യൂണിറ്റാണ് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗസ് അറ്റിങ്സിന് പകരമായിട്ട് ചമീര വന്നതോടുകൂടി തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴുതുകൾ അടിച്ചുള്ള ഒരു സൈനിക കൂടെ നടന്നു. കാരണം ചമീരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അത്യാവശ്യം നല്ല എക്കോണമിയിൽ ബോൾ ചെയ്യുന്ന ഒരു താരമാണ്, നല്ലൊരു ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു താരമാണ്. അതെന്തായാലും കെ കെ ആറിനെ സംബന്ധിച്ച് പേസ് ബോളിംഗ് യൂണിറ്റിൽ ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. അഥവാ ചമീര മത്സരത്തിൽ കളിക്കാത്ത പക്ഷം സ്റ്റാർക്കിനെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കേണ്ടി വരും, അതായത് എയർലി വിക്കറ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പേസ് ബോളേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈഭവ് അറോറ, ചേതൻ സക്കറിയ, ഹർഷിത് റാണ, ഇവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സക്കറിയുടെ കാര്യം തന്നെ പറയാം. കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ കളിച്ചിട്ട് കുറച്ച് കാലങ്ങളായി. സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അതോടൊപ്പം തന്നെ ഹർഷിത് റാണ, വൈഭവ് അറോറയിലേക്ക് ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കളിക്കളത്തിൽ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ അതാണ് പറഞ്ഞത്, ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാർക്കും ചമീരയോടെ ഉള്ളത് വലിയൊരു ഗുണം തന്നെയാണ്. എന്നിരുന്നാലും സക്കറിയയും വൈഭവ് അറോറയും ഹർഷിത് റാണയും ഒന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഭയങ്കര കാലിബറുള്ള താരങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും. പിന്നെ ഞാൻ നോക്കിയത് വെച്ചിട്ട് ഹോം പിച്ച് അഡ്വാൻറ്റേജ് ഉള്ളതിൽ മികച്ചൊരു ടീം തന്നെയാണ് കെ കെ ആർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഡൻ ഗാർഡൻസിലെ പിച്ചിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു പിച്ച് കുറച്ചായിട്ട് സ്ലോ ആവും. ആ ഒരു സമയത്ത് സ്പിന്നേഴ്സിനെ നല്ലപോലെ യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സ്പിന്നേഴ്സ് ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഇതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ളൊരു സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കെ കെ ആറിനുണ്ട്. പ്രോപ്പർ ബാക്കപ്പ് ഉള്ളൊരു സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കെ കെ ആറിനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു സുനിൽ നരേൻ്റെ കാര്യം. സുനിൽ നരേൻ്റെ ഫോം നിലവിൽ എങ്ങനെയാണ് എന്നുള്ളത് ഐ പി എല്ലിലേക്ക് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസ് കാര്യമായിട്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് കെ കെ ആറിന് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബോണസ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അതുകൊണ്ടല്ല കെ കെ ആർ അദ്ദേഹത്തിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കാത്തിരുന്ന് തന്നെ കാണാം. കെ കെ ആറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴുതുകൾ അടച്ചിട്ടുള്ളൊരു സൈനിങ് തന്നെയാണ് ഇത്തവണ അവർ നടത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എബോ ആവറേജ് ഫോം മെയിൻറ്റെയിൻ ചെയ്താൽ പോലും സുഖമായിട്ട് ഫൈനലിൽ വരാൻ പറ്റുന്ന ഒരു സ്ക്വാഡ് തന്നെയാണ് കെ കെ ആറിനുള്ളത്. ബാറ്റിംഗ് ലൈനപ്പിൽ ഇന്ത്യൻ ബാറ്റേഴ്സിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിപ്പെടുന്ന അല്ലെങ്കിൽ ഭീതിപ്പെടുന്ന ഒരു ലൈനപ്പ് അവർക്കുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വിമർശനങ്ങളുണ്ടാവും, അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഞാൻ തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.